ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമുക്കൊരു പുതിയ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് നല്ല ശീലങ്ങളാണ്. എന്താണ്? നല്ല ശീലങ്ങളാണ്. ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യും അല്ലേ? ടീച്ചർ കുറച്ച് നല്ല ശീലങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. ഓക്കെ? ഇനി ആ നല്ല ശീലങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ, ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, ഇനി എന്ത് ചെയ്യണം? നാളെ മുതൽ എന്താ ചെയ്യേണ്ടത്? അത് ശീലമാക്കി മാറ്റണം. റെഡിയല്ലേ? ഓക്കെ ആണോ? കുറച്ച് നല്ല ശീലങ്ങൾ പഠിക്കാം. ഒപ്പം എന്ത് ചെയ്യാം? വായിക്കാനും പഠിക്കാം അല്ലേ? അക്ഷരങ്ങൾ ഒന്നും കൂടെ മനസ്സിൽ ഉറപ്പിക്കാം, വാക്കുകൾ ഉറപ്പിക്കാം. ഒപ്പം എന്ത് ചെയ്യാം? നല്ല ശീലങ്ങളും പഠിക്കാം. ഓക്കെ? ഇപ്പോൾ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും നല്ല ശീലങ്ങൾ നിങ്ങൾ നല്ല കുട്ടികളാണ്, നന്നായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, നല്ല ശീലങ്ങൾ ശീലിച്ചു പോകുന്നവരാണ്, ടീച്ചറിന് അറിയാം. എന്നാലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് എവിടെയെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ഡേ മുതൽ അത് കറക്റ്റ് ചെയ്തിട്ട് പോകണം. ഓക്കെ? അപ്പോൾ നമുക്ക് അക്ഷരം പഠിക്കാം, ചിഹ്നങ്ങൾ പഠിക്കാം, വാക്കുകൾ പഠിക്കാം അല്ലേ? 2 വാക്ക് ചേരുന്ന ഒരു കുഞ്ഞി വാക്യം പഠിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഒപ്പം ശീലങ്ങളാക്കിയത് മാറ്റി നമുക്ക് ഗുഡ് ബോയ് ആൻഡ് ഗുഡ് ഗേൾ ആവണം അല്ലേ? നല്ല ആൺകുട്ടിയും നല്ല പെൺകുട്ടിയായിട്ട് മാറണം അല്ലേ? മിടുക്കരല്ല, മിടുമിടുക്കരായിട്ട് മാറണം. ഓക്കെ? അപ്പോൾ നമുക്ക് പഠിച്ചാലോ? ഓക്കെ? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നല്ല ശീലങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ, വായിക്കാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. വായിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോണ ശീലം എന്താണെന്നറിയോ? ആദ്യം ടീച്ചർ എഴുതാം, എഴുതിയിട്ട് നിങ്ങളത് വായിക്കണം. എന്നിട്ട് ആ ശീലം എന്താണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ? വാ നോക്കുക. ഇതെന്താണ്? രാ രാ വാ, ചിഹ്നം വരുമ്പോൾ വി. അപ്പോൾ രാ വി. ല എ. അപ്പൊ എന്താ? ലേ. ഇനി കൂട്ടി വായിച്ചേ. രാ വി ലേ. അപ്പൊ എന്താ? രാവിലെ. രാവിലെ. ഇതെന്താണ്? ന ഏ. അപ്പൊ എന്താ? നേ. രാ നേര. ഇതെന്താണ്? ത എ. അപ്പൊ എന്താ? തേ അല്ലേ? കൂട്ടി വായിച്ചേ. നേ ര തേ. എന്താണ്? നേരത്തെ. എന്താണ്? നേരത്തെ. ഉ ന ര. എന്നിട്ട് എന്താ? ഉ. അപ്പൊ എന്താ? രു. ഉ ണ രു. ന ഉ. അപ്പൊ എന്താ? നു. ഓക്കെ? ഇനി കൂട്ടി വായിച്ചേ. രാവിലെ. നേരത്തെ. എന്താണ്? ഉണരുന്നു. കണ്ടോ? രാവിലെ നേരത്തെ ഉണരുന്നു. ചെയ്യാറുണ്ടോ? നേരത്തെ ഉണരാറുണ്ടോ? നേരത്തെ എന്ന് പറഞ്ഞാൽ വെളുപ്പിനേ എഴുന്നേറ്റ് 3 മണിക്കും 4 മണിക്കും ഒന്നും എഴുന്നേറ്റ് ഇരിക്കണ്ട. പേരൻസ് നിങ്ങളെ എപ്പോൾ വിളിക്കുന്നോ ആ സമയമാണ് കറക്റ്റ് ടൈം. ചിലപ്പോൾ 5:30 ആയിരിക്കും,
ഇല്ലെങ്കിൽ 5 o'clock ആയിരിക്കും. മോർണിംഗിലാണ് കേട്ടോ ടീച്ചർ പറയണേ. രാവിലെ 5 മണി ആയിരിക്കും, ഇല്ലെങ്കിൽ 5:30 ആയിരിക്കും, ഇല്ലെങ്കിൽ 6 മണിക്കായിരിക്കും. മനസ്സിലായോ? അപ്പോൾ പേരൻസ് നിങ്ങളെ വിളിക്കുന്ന സമയം. ഇപ്പം നിങ്ങൾ കുട്ടികളല്ലേ, ഇപ്പോൾ പേരൻസ് വിളിക്കുന്നത് നിങ്ങൾ എപ്പോൾ എഴുന്നേക്കണം എന്നുള്ളത് പേരൻസിനെ അറിയാം. ഒരുപാട് നേരത്തെ എഴുന്നേറ്റാൽ വയ്യാതെ ആകും. അതുകൊണ്ട് എപ്പോഴാണ് എഴുന്നേക്കുന്നത് എന്നുള്ളത് പേരൻസിന് അറിയാം. അപ്പോൾ പേരൻസ് വിളിക്കുന്ന കറക്റ്റ് ടൈമിൽ നിങ്ങൾ എഴുന്നേക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 5:30 എഴുന്നേക്കാം അല്ലേ? 5:30 AM ഇല്ലെങ്കിൽ 5:45 അല്ലേ? ആ ഒരു ടൈമിൽ നമുക്ക് എഴുന്നേക്കാം. എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നേരത്തെ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ ഒരു മോർണിംഗ് 5:30 ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക 5:45, രാവിലെ ഒരു 5:30 അല്ലെങ്കിൽ 5:45 ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതൊരു നല്ല ശീലമാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്തായിരിക്കും, നമ്മുടെ തലച്ചോറ് എന്തായിരിക്കും, ഭയങ്കര ഫ്രഷ് ആയിരിക്കും അല്ലേ? വേറെ ഒരു ചിന്തയില്ല അല്ലേ? ടെൻഷനില്ല, വേറെ ചിന്തകളൊന്നുമില്ല അല്ലേ? നമ്മുടെ ബ്രെയിൻ നല്ല ഫ്രഷ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അടുത്തത്. അപ്പോൾ രാവിലെ നേരത്തെ ഉണരുന്നു, ഒരു ശീലം നമ്മൾ പഠിച്ചു അല്ലേ? 3 വാക്കുകൾ ചേർത്ത് നമ്മളൊരു സെന്റൻസ് പഠിച്ചു അല്ലേ? രാവിലെ നേരത്തെ ഉണരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ നല്ല ശീലം നോക്കാട്ടോ. പഠിച്ചതാണ് നമ്മൾ. പ പ്ര പ്രാ നീക്കേതാ കിട്ടുള്ളൂ. പ്രാ ധി കണ്ടാ, ധ ഇ ധി. ക കൂട്ടക്ഷരം ഓർക്കണില്ലേ? ക. കു അല്ലേ? പ്രാർത്ഥിക്കൂ. ന ഉ. അപ്പൊ എന്താണ്? നു. അപ്പൊ എങ്ങനെയാ വരിക? പ്രാ ധി ക്യു നു. കൂട്ടി വായിക്കുമ്പോ പ്രാർത്ഥിക്കുന്നു. എന്താണ്? പ്രാർത്ഥിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടാമത് നമ്മൾ പഠിച്ച നല്ല ശീലം എന്താണ്? പ്രാർത്ഥിക്കുന്നു. രാവിലെ നേരത്തെ ഉണരുക അല്ലേ? ഒരു രാവിലെ 5:30 5:45. ഇനി പേരൻസ് നിങ്ങളെ രാവിലെ ഒരു 6 മണിക്കാണ് വിളിക്കണമെന്ന് വിചാരിക്കുക. മടി കാണിക്കാതെ എന്ത് ചെയ്യണം? അപ്പം തന്നെ എഴുന്നേൽക്കണം. പേരൻസ് വിളിക്കുമ്പോൾ തന്നെ എഴുന്നേൽക്കണം. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുക. 5:30 5:45 6 മണി, അതിനപ്പുറം പോവരുത്. മനസ്സിലായോ? ഏറ്റവും കൂടിപ്പോയാൽ രാവിലെ 6 മണിക്കെങ്കിലും എഴുന്നേൽക്കണം, അതിലും വൈകരുത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ എന്താ ശീലം? യെസ്, പ്രാർത്ഥിക്കുന്നു. കണ്ടോ? പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ എന്താ ചെയ്യുക? പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അടുത്തത്. ഇനി രാവിലെ നേരത്തെ ഉണർന്നു, നമ്മൾ പ്രാർത്ഥിച്ചു അല്ലേ? നമ്മൾ എഴുന്നേറ്റ്, നമ്മൾ കട്ടിലാണ് കിടക്കുന്നെങ്കിൽ അവിടെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ പായയിലാണ്, അല്ലെങ്കിൽ താഴെ ബെഡ് ഇട്ടിട്ടാണ്, എങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? അവിടെ എഴുന്നേറ്റിട്ട് ഇരുന്ന് നമ്മൾ ഒരല്പസമയം പ്രാർത്ഥിക്കുക അല്ലേ? ഈശ്വര, ഇന്നത്തെ ദിവസം എനിക്ക് നന്മയായി തരണമേ. ഈശ്വര, നന്ദി പറയുന്നു. കണ്ടോ? അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്തത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? നോക്കി, പ ഇതെന്താ? ല. എന്താണ്? ല. ല പഠിപ്പിച്ചിട്ടില്ല ഞാൻ. ല ഈ ചിഹ്നം ഉപയോഗിച്ച് ല. ഇതെന്താണ്? ല്. പ ല ല്. പല്ല് അല്ലേ? പല്ല്. എന്ത് ചെയ്യുന്നു? ശ ഉ ശു
ച ഇ. അപ്പൊ എന്താ? ചി. ശു ചി യ. യാ. ശു ജി യാ. ക. ക. അടുത്തത് ഉ ചിഹ്നം. അപ്പൊ എന്താ? കു. അപ്പൊ എന്തായി? ശു ചി യാ കു. ന. ഉ. നു. ഉണ്ടാ? നു. ഇനി കൂട്ടി വായിച്ചേ. ശു ജി യാ കു നു. കൂട്ടി വായിക്കുമ്പോ ശുചിയാക്കുന്നു. എന്താണ്? പല്ല്. ഉണ്ടാ? പല്ല് ശുചിയാക്കുന്നു. അപ്പൊ മൂന്നാമത്തെ ഗുഡ് ഹാബിറ്റ് ആണത്. ഉണ്ടാ? നല്ല ശീലമാണത്. ഉണ്ടാ? മൂന്നാമത്തെ നല്ല ശീലം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ നേരത്തെ ഉണരുന്നു. ഉണ്ടാ? രണ്ടാമത് ഉണർന്നു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു. ശേഷം മൂന്നാമത്തത് പല്ല് ശുചിയാക്കുന്നു. കണ്ടോ? കിട്ടിയോ? ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ഇപ്പൊ നമ്മൾ ഏതൊക്കെ ശീലങ്ങൾ പഠിച്ചു? രാവിലെ നേരത്തെ ഉണരുന്നു, പ്രാർത്ഥിക്കുന്നു, പിന്നെന്താണ്? പല്ല് ശുചിയാക്കുന്നു. അടുത്തത് നാലാമത്തെ എന്താണ്? ക. അല്ലേ? ക. ഊ വരുമ്പോ കു. അടുത്തത് ള. ചിഹ്നം ഇ. അപ്പൊ എന്താ? ലി. അല്ലേ? ലി. ഓക്കെ. ക. ഉ. കു. കു. ന ഉ. നു. അപ്പൊ എന്താ? കുളിക്കുന്നു. എന്താണ്? കുളിക്കുന്നു. അപ്പൊ എന്താ? കുളിക്കുന്നു. ഉണ്ടോ? അപ്പൊ നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുളിക്കുന്നു. ഓക്കെ? യെസ്. ഇനി അഞ്ചാമത് നമ്മൾ സ്കൂളിൽ പോകുന്ന ഒരു ദിവസത്തെ കാര്യമാണ് കേട്ടോ. സ്കൂളിൽ പോകാത്ത ദിവസങ്ങളിലും എന്താ പറയാ, ഇതേപോലെയുള്ള നല്ല ശീലങ്ങൾ നിങ്ങൾക്ക്, ശീലം എന്ന് പറഞ്ഞാൽ എന്താ? അത് മാറ്റരുത്. നല്ല ശീലങ്ങൾ അതുപോലെ തന്നെ കൊണ്ടുപോകണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ കുളിക്കുന്നു. അടുത്തത് എന്താണ്? അടുത്തതെന്താ? കുളിച്ചു കഴിയുമ്പോൾ അല്ലേ, നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു, പല്ല് ശുചിയാക്കി, കുളിച്ചു. അത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യുക? എന്താ ചെയ്യേണ്ടത്? രാവിലെ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ ചില ദിവസങ്ങളൊന്നും പഠിക്കാനൊന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. സമയം ഉണ്ടെങ്കിൽ പഠിക്കുക. ഓക്കെ? രാവിലെ അല്ലെങ്കിൽ എന്താ ചെയ്യുക? വേഗം സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അല്ലേ? അപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം? കുളിക്കുന്നു. നമ്മൾ കുളിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നമ്മൾ പല്ലൊക്കെ തേച്ച് പല്ലൊക്കെ ശുചിയാക്കി കുളിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ എന്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും? ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ രാവിലെ? നമ്മുടെ ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കണം വേണ്ടേ? അപ്പം അടുത്തത് നല്ല ശീലം ഏതാണ്? ഭക്ഷണം കഴിക്കുന്നു. എഴുതാം. ഭ ക്ഷ ന ഭക്ഷണം ക ഴ ചിഹ്നം ഇ ഴി ക ഴി
ക കു അല്ലേ കഴിക്കൂ നു കേട്ടോ. അപ്പൊ എന്താണ് കഴിക്കുന്നു കൂട്ടി വായിക്കുമ്പോ കഴിക്കുന്നു കണ്ടോ. എന്ത് എന്ത് ഭക്ഷണം കഴിക്കുന്നു. കിട്ടിയോ? ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ 5 ശീലങ്ങള് നമ്മള് പഠിച്ചു അല്ലേ. ഈ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും എന്താണ്, ഭക്ഷണമൊക്കെ കഴിച്ച് വേണമെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുൻപ് നമുക്ക് ഒരു തവണ കൂടെ പ്രാർത്ഥിക്കാം അല്ലേ. ഈശ്വര, ഞാൻ ക്ലാസ്സിൽ പോവുകയാണ്, എന്നെയും എൻ്റെ അധ്യാപകരെയും എൻ്റെ കൂട്ടുകാരെയും കാത്തുകൊള്ളണേ, നന്നായി പഠിക്കാൻ പറ്റണേ എന്ന് വേണമെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകുന്നതിന് മുൻപും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം, കുഴപ്പമൊന്നുമില്ല അല്ലേ. യെസ്. അപ്പോൾ എന്താണ്, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ, സ്കൂളിൽ പോവാൻ പോവാ. കണ്ടോ, അതെങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാലോ. ഓക്കെ, സ സ് ക കു സ്കൂ സ് കൂ സ്കൂ ള ലി അല്ലേ. സ്കൂളി എന്താണ് ഇൽ. അപ്പൊ എന്താ സ് കൂ ലി ഇൽ കൂട്ടി വായിക്കുമ്പോ സ് കൂ, അത് സ്കൂ സ്കൂ മനസ്സിലായോ. സ്കൂ. ഓക്കെ, സ്കൂളി ഇൽ സ്കൂളിൽ. സ്കൂളിൽ എന്താണ് പോ. ഇത്രയും നാളും ടീച്ചർ നിങ്ങളെ എന്താണ് ആദ്യം അക്ഷരം എഴുതിയിട്ട് പിന്നെയാണ് ചിഹ്നം എഴുതി ഇങ്ങനെ കാണിച്ചത്. ആ നിങ്ങൾ പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പാ, ഇത് ഏടെ ചിഹ്നം, ഇത് ഓ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആയുടെ ചിഹ്നം രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോൾ പോ ഉണ്ടോ, ഇങ്ങനെ ടീച്ചർ പഠിപ്പിച്ചത്. ഇപ്പം ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇതില് ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്യുന്നു, ഇനി മുതലുള്ള ക്ലാസ്സിൽ പാ ഇങ്ങനെ ചിഹ്നം എഴുതാൻ സാധ്യത കുറവാണ്. എന്ത് ചെയ്യും ടീച്ചർ, എന്ത് ചെയ്യും, ഒരുമിച്ച് എഴുതും. മനസ്സിലായോ? കണ്ടോ കണ്ടോ, ഇങ്ങനെ എഴുതും. അപ്പൊ ഇതെങ്ങനെ വായിക്കണം നിങ്ങൾ, പോ കണ്ടോ. ഇത്രയും നാൾ നിങ്ങൾക്ക് അറിയാനും മനസ്സിൽ ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ് ടീച്ചർ ഓരോന്ന് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഒരുമിച്ച് പറഞ്ഞത്. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് വ്യക്തമാണ് ഏതക്ഷരമാണ് എന്നുള്ളത്. ഓക്കെ, ഏത് ചിഹ്നമാണെന്നുള്ളത്. ഓക്കെ, പോ ക കു അല്ലേ. കു ന കൂട്ടി വായിക്കുമ്പോ നു ന ഉ നു. അപ്പൊ എങ്ങനെയാ, പോ കു നു. എന്താണ്, പോകുന്നു. എവിടെ, സ്കൂളിൽ പോകുന്നു. അപ്പോൾ ടീച്ചർ ഈ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്ന